നമസ്കാരം സ്വാമിജി. നമ്മുടെ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ ദർശനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് രണ്ട് വാക്കുകൾ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളായിട്ട് വരാറുണ്ട്. ഒന്ന് ധർമ്മം എന്ന വാക്ക്, രണ്ട് മതം എന്ന വാക്ക്. മൂന്നാമതൊരു വാക്ക് കൂടിയുണ്ട്, അത് ഇംഗ്ലീഷ് വാക്കാണ് റിലിജ്യൻ എന്നുള്ള വാക്ക്. ഈ മൂന്ന് വാക്കുകളുടെയും അർത്ഥം സമാനമാണ്, എന്നാൽ സമാനമല്ലതാനും. എന്താണ് ഇവ തമ്മിലുള്ള അർത്ഥത്തിലുള്ള സാജാത്യ വൈജാത്യങ്ങൾ ഈ മൂന്ന് വാക്കുകളുടെയും? റിലീജിയൻ എന്ന് ഇംഗ്ലീഷിലും മതമെന്ന് സാമാന്യ ലൗകിക മലയാളത്തിലും പ്രയോഗിക്കുന്ന ശബ്ദങ്ങൾക്ക് ധർമ്മമായിട്ട് യാതൊരു ബന്ധവുമില്ല. ധർമ്മം ആ രണ്ടും അല്ല. ഇവിടെ നമ്മൾ അടിസ്ഥാനമായി ചിന്തിക്കുമ്പോൾ ധർമ്മം ഈ പ്രപഞ്ച വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ പ്രപഞ്ച താളമാണ്. അതെങ്ങനെ? ധർമ്മമെന്ന ശബ്ദം വരുന്നത് തന്നെ ധൃഞ്ഞ് ധാരണേ, ധൃ ധാരണ പോഷണയോഹോ, ഈ രണ്ട് ധാതുക്കളിൽ നിന്നാണ്. അതിന് പരമായി മനു പ്രത്യയം വരുമ്പോഴാണ് ധർമ്മശബ്ദം സിദ്ധാവുന്നത്. അപ്പം അർത്ഥം വരിക, എന്താണോ ധരിക്കുന്നത്, എന്താണോ പോഷിപ്പിക്കുന്നത്, അതാണ് ധർമ്മം. ഈയൊരു ധാത്വർത്ഥത്തെ വെച്ചിട്ടാണ് താങ്ങി നിർത്തുന്നത് എന്നർത്ഥം വരുമോ? അതെ, ധരിക്കുന്നത്. ഒരു ധാത്വർത്ഥം വെച്ചിട്ടാണ് പൂർവാചാര്യന്മാരൊക്കെ തന്നെ ധർമ്മശബ്ദത്തെ നിർവചിക്കുന്നത്. അനേന ധാര്യത്തെ സർവം ഇതി ധർമ്മ. എല്ലാം എന്തിനാലാണോ ധരിക്കപ്പെടുന്നത് അതാണ് ധർമ്മം. അപ്പം നമുക്ക് ഇന്ന് കുറച്ചും കൂടി സൂക്ഷ്മതലത്തിൽ ചിന്തിച്ചാൽ, ഒരണുക്കണം, ഒരാറ്റം, അല്ലെങ്കിൽ അതിനേക്കാൾ താഴോട്ട് പോയി നമ്മൾ സബറ്റോമിക് പാർട്ടിക്കിളുകളിലേക്ക്, ആണവിക കണങ്ങളിലേക്ക് പോവുക. ഇനി വിപുലമായിട്ട് ഈ പ്രപഞ്ചത്തോളം നമുക്ക് ചിന്തിക്കാം. പ്രപഞ്ചത്തിൻ്റെ പരിധി നമുക്ക് ആർക്കും അറിയില്ല. എങ്കിലും ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം തുടങ്ങിയതിലൊക്കെ അനേക കോടി ബ്രഹ്മാണ്ട ജനനി വാഴ്ത്തപ്പെടുന്നുണ്ട്. അനന്തകോടി ബ്രഹ്മാണ്ട നായകൻ സ്തുതിക്കപ്പെടുന്നുണ്ട്. അപ്പം അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്ര താരാസമൂഹം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒരു താരാസമൂഹത്തിൽ എത്ര നക്ഷത്രങ്ങളെന്നും അറിയില്ല. ഒരു നക്ഷത്രത്തിൽ എത്ര ഗ്രഹങ്ങളെന്നും അറിയില്ല. പക്ഷെ ഒന്ന് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച ആണവിക കണം മുതൽ ഈ അനന്തമായ പ്രപഞ്ചം വരെ സകലവും ഒരു നിയമവ്യവസ്ഥയാൽ ചേർത്ത് കോർത്ത് ധരിക്കപ്പെടുന്നതാണ്. കാര്യകാരണബന്ധം, നിയമ നിയാമക ബന്ധം. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ എല്ലാത്തിനെയും ചേർക്കുന്ന ഒരു വ്യവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അതാണ് താങ്ങി നിർത്തുന്നത് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും. അതാണ് ഫിസിക്കൽ ലോസ് എന്ന് വരെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് പ്രപഞ്ച താളം അല്ലെങ്കിൽ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയാം, അതാണ് ധർമ്മം. അപ്പോൾ സംശയം വരും, അപ്പോൾ നമ്മൾ ധാർമ്മിക ജീവിതം എന്നൊക്കെ പറയുന്നതോ? ഈ പ്രപഞ്ച വ്യവസ്ഥയെ മനസ്സിലാക്കി അതിനനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കുന്നതാണ് ധാർമ്മിക ജീവിതം. എൻ്റെ ചിന്തകളെ കൊണ്ടും എൻ്റെ വാക്കുകളെ കൊണ്ടും എൻ്റെ പ്രവൃത്തികളെ കൊണ്ടും ഈ പ്രപഞ്ച താളത്തിനൊരു ദോഷമുണ്ടാവരുതേ, മറ്റാർക്കും ഒരു ദോഷം ഉണ്ടാവരുത് എന്ന ചിന്തയോടുകൂടി, കരുതലോടുകൂടി ജീവിക്കുന്നതാണ് വാസ്തവത്തിൽ ധാർമ്മിക ജീവിതം. ഇവിടെ നമുക്ക് മതം എന്നുള്ള ശബ്ദം, മതത്തിന് ശരിക്കും ശുദ്ധമായ സാങ്കേതികാർത്ഥം പറഞ്ഞാൽ മനനത്തിലൂടെ നിഷ്പന്നമാകുന്ന ജ്ഞാനമാണ്. പ്രതിബോധ വിദിതം മതം എന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ലൗകിക ഭാഷയിൽ, ലൗകിക മലയാളത്തിൽ നമ്മൾ മതം എന്ന് ഉപയോഗിക്കുന്നത് നേരത്തെ അങ്ങ് ഇംഗ്ലീഷിൽ നിന്ന് റിലിജിയൻ എന്ന് പറഞ്ഞതിന് തുല്യമായിട്ടാണ്. ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മതം വിശ്വാസവും അതിനനുസൃതമായ ആചാരാനുഷ്ഠാനങ്ങളും അവയ്ക്ക് പ്രേരകമായ തത്വചിന്തകളും ഒട്ടനവധി പുരാവൃത്തങ്ങളും, മിഥിക്കലായിട്ടുള്ള വിഷയങ്ങളും എല്ലാം ചേർന്ന ഒന്നാണ് മതം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ധർമ്മവും മതവും തീർത്തും ഭിന്നമാണ്. മതം, ഏത് മതം പറഞ്ഞാലും, ഇപ്പോൾ വൈഷ്ണവം, ശൈവം, ഗാണപത്യം, സൗരം, സ്കാന്തം, ശാക്തേയം തുടങ്ങി
വൈദികമായ വിഭാഗത്തിൽപ്പെടുന്ന മതങ്ങളായാലും ഇനി ഇസ്ലാമികം അല്ലെങ്കിൽ ക്രിസ്ത്യൻ, യഹൂദ എന്നിങ്ങനെ അവൈദികമായിരിക്കുന്ന മതങ്ങളായാലും ഒക്കെ തന്നെ അവയ്ക്ക് ചില പൊതു സ്വഭാവങ്ങൾ, ഏതെങ്കിലും ഒരു ധ്യേയം, ഒരു ലക്ഷ്യം, ഒരു മാർഗം എന്നുള്ളത് എപ്പോഴും ഉണ്ടാവും. ധർമ്മം അതല്ല. ധർമ്മം എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും ഒരുപോലെ കാണാനും ആദരിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു. ധർമ്മം എപ്പോഴും വൈവിധ്യങ്ങളെ ആദരിക്കുന്നു, എല്ലാ വിവിധതകളെയും ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. മതം അങ്ങനെയല്ല. ഒരു പ്രത്യേക മാർഗം ശരിയെന്ന് പറയുന്ന ഒന്നിനെ മാത്രം. ഇനി അതിൽ തന്നെ നമുക്ക് അബ്രഹാമിക് മതങ്ങളിൽ മറ്റൊരു വിശേഷത കാണാൻ പറ്റും. ഒന്ന് മാത്രം ശരി, ഒരു മാർഗത്തിലൂടെ മാത്രം പോകുന്നതാണ് ശരി, മറ്റെല്ലാം മാറ്റപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ നമുക്ക് ഒരു വനവും തോട്ടവും പോലെ ധർമ്മത്തെയും മതത്തെയും ചിന്തിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. കാരണം വനമാകുമ്പോൾ അവിടെ ജൈവ വൈവിധ്യങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് വൃക്ഷങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, പുൽവർഗ്ഗങ്ങൾ, മറ്റു ജന്തുക്കൾ എല്ലാവരും ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് കാട് അല്ലെങ്കിൽ വനം. അവിടുത്തെ വൃക്ഷങ്ങളെ മുഴുവൻ നമ്മൾ വെട്ടിമുറിച്ച് ഭൂമി നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് അതിൽ വൃക്ഷത്തൈകൾ നട്ട് നനച്ച് വളർത്തിയാൽ തീർച്ചയായിട്ടും പച്ചപ്പുണ്ടാവും. പക്ഷേ അതൊരിക്കലും വനമല്ല, തോട്ടമാണ്. തോട്ടത്തിൽ ഒന്ന് മാത്രമാണ് വിള, മറ്റെല്ലാം കളയാണ്. വനത്തിൽ വിളയും കളയും ഇല്ല. ധർമ്മം അഥവാ സംസ്കാരം വനം പോലെയാണെങ്കിൽ മതം പ്രായണ തോട്ടം പോലെയാണ്.